ഈ ഭാഗത്ത് ഇരുന്ന് പാടുപിടിക്കൻ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യത്തെ ഫേസ് ചെയ്യാൻ. അയ്യോ ഞാനിത് എങ്ങനെ ഡീൽ ചെയ്യും? അത് ഡീൽ ചെയ്യണ്ട, ഞാൻ ജീവിക്കുന്ന ഭാഗം തുടർന്നാൽ മതി. ഈ ജീവിക്കുന്ന ഭാഗം ആരും തുടരുന്നില്ല. എന്നിട്ട് അത് ഡീൽ ചെയ്യണം, അത് വൃത്തിയാക്കണം, അത് ഇങ്ങനെ വൃത്തിയാക്കി വെറും വിഴുപ്പ് ആളായിട്ട് മാറി. മനസ്സിലേ? അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കണ പരിപാടിയേ ഉള്ളൂ, ജീവിക്കുന്ന ഭാഗമില്ല ഒരിക്കലും. അതായത് ഈ ജീവിക്കുന്ന ഭാഗം കൊണ്ട് തൊട്ടാലുണ്ടല്ല, ആ തുടർച്ചയ്ക്ക് മാത്രം സ്ഥാനം കൊടുത്താൽ മതി. ഈ ജനിച്ചെന്ന് പറയുന്ന ഭാഗത്താണ് ഈ ആൾക്കാർ കിടന്ന് പാടുപെടുന്നത്. ജനിച്ച് നീ ഞങ്ങൾക്ക് ജനിച്ചാണേ, ഞാനാ നിന്റെ അപ്പനും അമ്മയെ, ഞങ്ങളാണ് നിന്നെ വളർത്തിയതേ എന്ന് പറഞ്ഞ ആ ഭാഗവും പറഞ്ഞ് കുട്ടിയുടെ മനസ്സിന് ഇല്ലാത്ത കച്ചറ മുഴുവൻ ഇട്ട് കൊടുക്കേൻ, കുട്ടിക്ക് ആവശ്യമില്ലാത്ത കടപ്പാടുണ്ടാക്കിയേൻ. മനസ്സിലായ? കാരണം മാതാപിതാക്കൾ ദുരന്തത്തിലാണ്. എന്നിട്ട് ഈ ദുരന്തത്തിൽ നിന്നുകൊണ്ട് മക്കൾക്ക് ഈ ദുരന്തം പകർന്നു കൊടുക്കേൻ. അതാണ് ഈ മാതാപിതാക്കൾ മുഴുവനും ചെയ്യുന്നത്, തലമുറയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇട നീയായിട്ട് നിൽക്കുന്ന ഭാഗമേ ഉള്ളു. മനസ്സിലായി? ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് നിൽക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല. ഇത് പറയാനുള്ള കെൽപ്പില്ല. നീ നിന്നെ അനുഭവിക്കുന്നിടത്ത് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയാനുള്ള ചങ്കുറപ്പില്ല. മനസ്സിലായ? സമൂഹമാണ്, സമൂഹത്തെ ഭയമാണ്. കാരണം വൃത്തികേട് ചെയ്ത് നടക്കുകയാണ്. സമൂഹം ചോദ്യം ചെയ്യും. എന്താ സമൂഹം ചോദ്യം ചെയ്യാൻ കാരണം? ആരെ ചോദ്യം ചെയ്യണം? എന്താ കാര്യം? എന്താ ചോദ്യം ചെയ്യാൻ? നീ ജനിച്ചത് നീ ഉണ്ടാക്കിയ പ്ലാനാണോ? അല്ല. മനസ്സിലായ? നാട്ടുകാരുണ്ടാക്കിയ പ്ലാനാണോ നീ ജനിച്ചത്? ഇവിടെയുള്ള ഇവർ മൈൽഗുണന്മാരും ഉണ്ടാക്കിയിട്ടല്ല ഈ പ്ലാൻ ഉണ്ടായത്. ഇത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. മനസ്സിലായി? അത് ജീവിക്കണേന്ന് അവിടെ തുടർച്ചയുള്ളു. ജനിച്ച റെക്കോർഡ്സ് ഒന്നും വേണ്ട. ഞാൻ ജനിച്ചത് ഇന്നടത്താണ്, എന്ത് കാര്യത്തിനാണ്? മനസ്സിലായി? നമ്മളെ ഭരിക്കാൻ നോക്കിയാണ് മറ്റുള്ളവർ. കാരണം അവരവരെ നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് നമ്മളെ നിയന്ത്രിക്കാൻ വരുന്നത്. മനസ്സിലായി? ഓരോന്നിനെ ഫേസ് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അന്തം വിട്ട് നിൽക്കുകയാണ്. അത് ജീവിതം മുന്നോട്ട് പോകാത്ത ആൾക്കാരാണ് ഈ പറയുന്ന എല്ലാ നിബന്ധനകളുമായിട്ട് വരുന്നത്. എല്ലാ രോഗമായിട്ട് വരുന്നത് നിബന്ധനകളല്ല, അവരുടെ കയ്യിൽ കുറേ രോഗങ്ങളാണുള്ളത്. ആ രോഗമാണ് അവർ പകർന്നു തരുന്നത്, വേറെ ഒന്നുമല്ല. എല്ലാ ആശങ്കജനകമായിട്ടുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അതിനകത്ത് മുഴുവനും രോഗമാണുള്ളത്, വേറെ ഒന്നുമില്ല. കാരണം അവർ ഫേസ് ചെയ്യുന്നത് മുഴുവൻ പ്രോബ്ലമാണ്. അല്ലാണ്ട് അവർ ഫേസ് ചെയ്യുന്നില്ല ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഭാഗമില്ല. ഞാൻ ജീവിക്കുന്നുണ്ട്, അത് തുടർച്ചയല്ലേ? അതിനെന്താ പ്രശ്നം? തുടർച്ചയല്ലേ? ആ തുടർച്ചക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. എല്ലാം തുടർച്ച കെട്ടുപോകുന്ന ഭാഗത്ത് എല്ലാരും നോക്കുന്നത്. ഫേസ് ചെയ്യണം എന്നുള്ള ഭാഗത്ത് അതെ, തുടർച്ചയാണ് ജീവിക്കണേന്ന്. തുടർച്ചക്ക് മാത്രം സ്ഥാനം കൊടുത്താൽ മതി, അല്ല വേറെ ഒന്നുമില്ല. തുടർച്ചക്ക് മാത്രം സ്ഥാനം കൊടുത്താൽ മതി. അവിടെ നിരന്തരമല്ലേ ഈ പള്ളിയിലെ അച്ഛന്മാരും മതങ്ങളും വിശ്വാസങ്ങളും നമ്പർ 1 തട്ടിപ്പാ. ഒരു കഥയില്ല, അവിടെ തുടർച്ചയില്ല. കാരണം മരിച്ച് സ്വർഗത്ത് പോകുന്നാ പറയണത്. മരിച്ച് സ്വർഗത്ത് പോകും. കാരണം അവിടെ എന്താണ്, ഇവർക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മരിച്ചതിന് ശേഷം സ്വർഗത്തിലും. മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്ന ചോദിക്കണം? ആർക്ക് വേണമെന്നേ മരിച്ചതിന് ശേഷം? ഇപ്പൊ ജീവിക്കുമ്പോൾ വൃത്തിയായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മരിച്ച പോട്ടെന്നേ. തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ നിങ്ങൾ തുമ്മാ തെറിച്ചു പോട്ടെ. ജീവിക്കുമ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കണം. മനസ്സിലായി? ഞാൻ എന്നെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരണം, എന്നെ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗത്തായിരിക്കണം. അത് ആരും പഠിപ്പിച്ചു തന്നതല്ല. ഞാൻ എൻ്റെ ജീവൻ അനുഭവിക്കുന്ന ഭാഗം ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. ഈ പഠിപ്പിച്ച കുറെ മതഗ്രന്ഥങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞ് അടപ്പ വെച്ച് കത്തിച്ച് കഞ്ഞി വെച്ച് കുടിക്കുക. മനസ്സിലായ? എന്നിട്ട് സത്യസന്ധമായിട്ട് കാലയിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക. കാലയിൽ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞ് കളയുക. എന്നിട്ട് പാദം ചവിട്ടി നടക്കുക. അപ്പൊ വിവേകം ഉണ്ടാവും. മനസ്സിലായ? എന്നിട്ട് വിവേകാനന്ദനെ ഫോളോ ചെയ്യണ്ട, നിങ്ങളുടെ വിവേകത്തെ ഫോളോ ചെയ്താൽ മതി. വിവേകാനന്ദനെ ഫോളോ ചെയ്തിട്ട് ഒരു വിവേകവും കിട്ടത്തില്ല. നിങ്ങളുടെ വിവേകത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക, അതാണ് ജീവിതം. വിശക്കണ്.